ഈ ഇന്ദ്രൻസ് ഭയങ്കര വിനയം ഇങ്ങനെ കാണിക്കുമ്പോൾ ഒത്തിരി അങ്ങ് പാവമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഞാൻ പറയാം. അങ്ങനെ ഒരാൾ കിടന്നങ്ങ് പാവം കളിച്ചാൽ അയാൾ പാവമാണോ അതോ പാവമായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അങ്ങനെ തീർത്തൊരാളങ്ങ് ഭയങ്കര പാവമാണ്, ഭയങ്കര നല്ല മനുഷ്യനാണ്, അയാളെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഭയങ്കര വിനയത്തിൽ നിൽക്കും, അയാൾ അങ്ങനെ കാണിക്കും, ഓച്ചാനിച്ച് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു പാവമായതുകൊണ്ടൊന്നും ആണോ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ അങ്ങ് ഒരു കാര്യം പറയുമ്പോൾ അയാൾ ഭയങ്കര പാവമാണ് എന്ന് പറയിപ്പിക്കുന്ന പരിപാടിയൊന്നും അത്ര നല്ലതൊന്നുമല്ല. ഒരുപാടങ്ങ് പാവമാകരുത്. അതുകൊണ്ട് എനിക്ക് ഈ ഇന്ദ്രൻസ് ഒരു പാവമാണ്, ഭയങ്കര വിനയമാണ്, അങ്ങനെയുള്ളവരെ എനിക്ക് ഇഷ്ടമല്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഓവർ വിനയവും ഭയങ്കര പാവം കളിയും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന ആരെങ്കിലും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാവും. അത് അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെയായിരിക്കും തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇനി ഇന്ദ്രൻസ് പാവമാണ്, ഇന്ദ്രൻസ് ഭയങ്കര നല്ല മനുഷ്യനാണ്, ഇന്ദ്രൻസിന് ഭയങ്കര വിനയമാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും എന്നോട് പറയണ്ട. അയാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അയാൾക്ക് കൊള്ളാം. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരാൾ ഭയങ്കര നല്ലതായിരിക്കുമെന്ന് എനിക്ക് അയാളെ നേരിട്ട് അറിയത്തില്ല. അല്ല, അയാൾ എന്തോ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കും അറിയത്തില്ല. അപ്പോൾ പിന്നെ അയാൾ കാണിക്കുന്ന മീഡിയയുടെ ഒക്കെ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു, അല്ലെ പലയിടത്ത് വന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഇരുന്നതും നടന്നതും വിനയം പ്രകടിപ്പിച്ചതും ഒന്നും അങ്ങനെ വലിയ കാര്യമാക്കണ്ട. ഒരു അങ്ങനൊന്നും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും തോന്നരുത്. അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധം ഒന്നും ആരോടും ഇല്ല. പക്ഷേ ഇത് ഇങ്ങനെ കാണിക്കുന്ന ഒരാൾ പാവമാണെന്ന് അങ്ങനെ തീർത്ത് പറയാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇവരെല്ലാവരും പാവങ്ങളാണ്. ഈ പറഞ്ഞ എന്താ പറയുക, അമ്മയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും എല്ലാം ഭയങ്കര പാവങ്ങളല്ലേ? ലിസ്റ്റ് വരുമ്പോൾ കണ്ടോണം. ഇപ്പോൾ വന്നവരൊക്കെ എന്താ പാവങ്ങളല്ലായിരുന്നോ? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സിനിമ ഉണ്ടാക്കിയവന്മാരൊക്കെ ഉണ്ട്. അയ്യോ, സ്ത്രീ കഥാപാത്രങ്ങൾ ഭയങ്കര ശക്തരാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും?